today I am going to discuss the topic mobile communication and basic principles of cellular communication. Cells means they are small geographic area. ആ ഒരു സ്മോൾ ജിയോഗ്രഫിക് ഏരിയാസിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയുക. ഒരു തന്നിരിക്കുന്ന ഒരു ഏരിയ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ടാണ് അതിനെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതിനെ സെല്ലുലാർ ഫോൺ എന്ന് പറയുക. സെൽസ് മീൻസ് ദേ റെപ്രസെൻ്റ് എ സ്മോൾ ജിയോഗ്രഫിക് ഏരിയ. അപ്പോൾ ആ കുറച്ചുള്ള ഓരോ ഏരിയാസിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയുക. ഓരോ സെൽസിലും ഓരോ ടവർ ആയിരിക്കും. You can see in the figure there is a tower in the center of each cell. So that is called as the base station. ആ ടവറിനെയാണ് ബേസ് സ്റ്റേഷൻ എന്ന് പറയുക. പിന്നെ യൂസേഴ്സിനെയാണ് നമ്മൾ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുക. The users are called as mobile station and this mobile station will receive and transmit calls. അപ്പോൾ മൊബൈൽ സ്റ്റേഷൻ അല്ലെങ്കിൽ മൊബൈലാണ് ആ കോൾസ് ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്. ബേസ് സ്റ്റേഷനാണ് ആ ഫ്രീക്വൻസി ചാനൽസ് ആ മൊബൈൽസിൽ ട്രാൻസ്മിറ്റ് സപ്ലൈ ചെയ്യുന്ന സിസ്റ്റം. സോ ബേസ് സ്റ്റേഷൻ ഈസ് ദ സിസ്റ്റം ദാറ്റ് ഈസ് പ്രൊവൈഡിങ് ദ ഫ്രീക്വൻസി ചാനൽസ് ടു ദ മൊബൈൽ സ്റ്റേഷൻസ്. അപ്പോൾ ബേസ് സ്റ്റേഷന് സെൽ സൈറ്റ്സ് എന്നും പറയും. ഇനി എല്ലാ ബേസ് സ്റ്റേഷൻസും ഒരു സെൻറ്ററിലേക്ക് ലിങ്ക്ഡ് ആയിരിക്കും. ആ സെൻറ്ററിനെയാണ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ എന്ന് പറയുക. All the base stations are linked to a mobile switching center. അപ്പോൾ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആണ് എല്ലാ കോൾസും എല്ലാം കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം. ദറ്റ് ഈസ് ദ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. സോ ദ ജിയോഗ്രഫിക്കൽ ഏരിയ കവേർഡ് ബൈ ദ radio antennas are called as cells and the cell antenna is located at a point within the cell. അപ്പോൾ ആ സെൽ ആൻറ്റിന ഒരു പോയിന്റിലായിരിക്കും അത് ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ടാവുക. സോ ദാറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ സെല്ലുലാർ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഒരു ജിയോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗണൽ ജിയോമെട്രിയാണ് നമ്മളത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് കവറിങ് മോർ ഏരിയ ആൻഡ് കവറേജ്. സോ വി ആർ ചൂസിങ് എ ഹെക്സഗണൽ ഷേപ്പ് more than a circular shape. So in this figure we can see 7 cells. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് ആസ് ക്ലസ്റ്റർ. അപ്പോൾ ഒരു ക്ലസ്റ്ററിൽ ഒരു 7 സെൽസ് ഉണ്ട്. അപ്പോൾ ആ നമ്പർ ഓഫ് സെൽസിൻ്റെ വാല്യൂ നമ്മൾ n എന്നാണ് പറയുക. ക്യാപിറ്റൽ N ഈസ് കോൾഡ് ആസ് ദ cluster size. So in this figure you can see 3 clusters. So in this we have named the cells as A, B, C, D, E, F. So all these cells are using different frequencies. ആ സെൽസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് യൂസ് ചെയ്യുക. എ എന്ന് പറയുന്ന സെല്ലിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ല ബാക്കിയുള്ള ബി, സി, ഡി, ഇ, എഫിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസീസ്. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയിൽ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വീണ്ടും ഇതേപോലെ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലേബിൾ ചെയ്തിട്ടുണ്ട് എ, ബി, സി, ഡി, എഫ്. അത് വേറൊരു ക്ലസ്റ്റർ. സോ ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 2, ക്ലസ്റ്റർ 3 അങ്ങനെ ഈ ഡയഗ്രത്തിൽ 3 ക്ലസ്റ്റേഴ്സാണ്. സിംഗിൾ ക്ലസ്റ്റർ ഈസ് ഹാവിങ് 7 സെൽസ്. എ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുക. അപ്പോൾ ക്ലസ്റ്റർ നമ്പർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ദറ്റ് ഈസ് n = I² + ij + j². സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡിസൈഡിങ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എ ക്ലസ്റ്റർ n. അതിൽ ഐയും ജെയും ഇൻറ്റിജേഴ്സ് ആണ്. ദേ ആർ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് സൈസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ സൈസ് 7 ആണെങ്കിൽ നമ്മളൊരു ടേം ഡിഫൈൻ ചെയ്യും, ഫ്രീക്വൻസി റീയൂസ്. ഫ്രീക്വൻസി റീയൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രീക്വൻസീനെ എങ്ങനെ ബാക്കിയുള്ള ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ വീണ്ടും യൂസ് ചെയ്യുന്നു. how we are using the same frequency in the nearby
geographical location. അപ്പോൾ അതിൽ ക്ലസ്റ്റർ സൈസ് 7 ആണെങ്കിൽ ആ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ 1/7 ആണ്. സോ ദറ്റ് ഈസ് ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ ഈസ് 1/n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ട് ഫോർ ഓവർ ഡിഫറെൻ്റ് ഏരിയാസ്. നമ്മൾ വയർലെസ് മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള മെയിനായിട്ടുള്ള ടേംസാണ് ബേസ് സ്റ്റേഷൻ. ബേസ് സ്റ്റേഷൻ ഒരു ഫിക്സഡ് സ്റ്റേഷനാണ്. അതിൽ റേഡിയോ ചാനൽസ് ഉണ്ടായിരിക്കും. അതിൽ ആ റേഡിയോ ചാനൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആൻറ്റിനാസ് വഴിയാണ്. ആ റേഡിയോ ചാനൽസ് ദേ ആർ മൗണ്ടഡ് ഓൺ എ ടവർ. ആ ഒരു ടവറിൻ്റെ മുകളിലായിരിക്കും ആ ആൻറ്റിനാസ് ഉണ്ടാവുക. അപ്പോൾ ആ കവറേജ് റീജിയൻ്റെ ആ ഹെക്സഗണൽ ഷേപ്പിൻ്റെ ആ ഒരു സെൻറ്ററിലായിരിക്കും മെയിനായിട്ട് ആ ഒരു ടവർ പൊസിഷൻ ചെയ്തിരിക്കുക. പിന്നെ ഉള്ളതാണ് മൊബൈൽ സ്റ്റേഷൻ. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊബൈലാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈലാണ്. അപ്പോൾ അതിന് നമ്മൾ മൊബൈൽ യൂസർ എന്നും പറയും. പിന്നെ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ബേസ് സ്റ്റേഷനെയും മൊബൈൽസിനെയും ഒരു PSTN കണക്ട് ചെയ്യുന്ന ഒരു സെൻറ്ററാണ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. അപ്പോൾ ഈ നെറ്റ്വർക്കൊക്കെ കൺട്രോൾ ചെയ്യുന്ന കോൾസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻറ്ററാണ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ദ സ്വിച്ചിങ് ഓഫീസ്. പിന്നെ ഇതിലുള്ള ടേംസ് ആണ് കൺട്രോൾ ചാനൽ. സോ ഇറ്റ് ഈസ് ദ റേഡിയോ ചാനൽ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് കോൾസ്, കോൾ റിക്വസ്റ്റ്, കോൾ ഇനീഷ്യേഷൻ, പിന്നെ അത് വേറെ കൺട്രോൾ പർപ്പസ്. അത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ കൺട്രോൾ ചാനൽ യൂസ് ചെയ്യുക. കൺട്രോൾ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ ചാനലാണ്. അതായത് കോള് ട്രാൻസ്മിഷൻ ചെയ്യാനും കോൾ റിക്വസ്റ്റ് ചെയ്യാനും കോൾ ഇനീഷ്യേറ്റ് ചെയ്യാനും പിന്നെ വേറെ കൺട്രോൾ ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ചാനലാണ് കൺട്രോൾ ചാനൽ. പിന്നെ രണ്ടാമത്തെ ഒരു ചാനലാണ് ഫോർവേഡ് ചാനൽ. അപ്പോൾ ആ ഇൻഫർമേഷൻ ബേസ് സ്റ്റേഷനിൽ നിന്ന് മൊബൈലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാനലാണ് ഫോർവേഡ് ചാനൽ. So it is the channel for transmission of information from base station to mobile. That is called as the forward channel. അതുപോലെ തന്നെ റിവേഴ്സ് ചാനലും ഉണ്ട്. റിവേഴ്സ് ചാനൽ എന്ന് പറഞ്ഞാൽ ആ റേഡിയോ ചാനൽ തന്നെയാണ് വിച്ച് ഈസ് യൂസ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം മൊബൈൽ ടു ബേസ് സ്റ്റേഷൻ. ആ മൊബൈലിൽ നിന്ന് തിരിച്ച് ബേസ് സ്റ്റേഷനിലേക്ക് നമ്മൾ സിഗ്നൽ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാനലാണ് റിവേഴ്സ് ചാനൽ. ഇനി ട്രാൻസീവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിവൈസ് ഫോർ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സൈമൾട്ടേനിയസ്ലി ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ്. അപ്പോൾ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയുന്ന ഒരു ഡിവൈസിനെയാണ് ട്രാൻസീവർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ട്രാൻസ് പ്ലസ് സീവർ എന്നാണ്. ദറ്റ് ഈസ് കമ്പൈനിങ് ട്രാൻസ്മിറ്റർ പ്ലസ് റിസീവർ. ദറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ട്രാൻസീവർ. Then a SIM means subscribers identity module. അപ്പോൾ ആ സിം കാർഡാണ് നമ്മൾ മൊബൈലിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ യൂസറിൻ്റെ ഡാറ്റ എല്ലാം ഉണ്ടായിരിക്കുന്നത് ആ സിം കാർഡിലാണ്. യൂസറിൻ്റെ നെയിം എല്ലാ ഡീറ്റെയിൽസും ആ ഒരു കാർഡിലാണ് ഉണ്ടായിരിക്കുക. ആ ഒരു ചിപ്പിനെയാണ് നമ്മൾ സിം കാർഡ് എന്ന് പറയുക. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സബ്സ്ക്രൈബേഴ്സ് ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. പിന്നെ മൊബൈലിനുള്ളത് IMEI നമ്പർ ഉണ്ട്, അതായത് മൊബൈൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ള കുറച്ച് ടേംസ്. ദറ്റ് ഈസ് ബേസ് സ്റ്റേഷൻ, മൊബൈൽ സ്റ്റേഷൻ, മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ, ദ ചാനൽസ് 3 ടൈപ്പ്: കൺട്രോൾ ചാനൽ, ഫോർവേഡ് ചാനൽ, റിവേഴ്സ് ചാനൽ. ദെൻ ദ പാർട്സ് ഓഫ് ദ മൊബൈൽ, ദറ്റ് ഈസ് സബ്സ്ക്രൈബേഴ്സ് ഐഡൻറ്റിറ്റി മൊഡ്യൂൾ, സിം കാർഡ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിലൊരു ഇൻട്രഡക്ഷൻ. Now coming to the principle of this cellular networks. So we will be using multiple power transmitters, 100 watts or less. ഈ സെല്ലുലാർ സിസ്റ്റത്തിൽ നമ്മൾ മൾട്ടിപ്പിൾ പവർ ട്രാൻസ്മിറ്റേഴ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ ട്രാൻസ്മിറ്റേഴ്സും ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്യും. ഈച്ച് ട്രാൻസ്മിറ്റർ വിൽ ബി പ്രൊവൈഡിങ് കവറേജ് ടു സ്മോൾ പോർഷൻ ഓഫ് ദ സർവീസ് ഏരിയ. ഒരു സർവീസ് ഏരിയയുടെ കുറച്ച് പോർഷൻ കവർ ചെയ്യുന്നതിനാണ് ഈ ട്രാൻസ്മിറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു സെല്ലാണ് ഒരു ബേസിക് ജിയോഗ്രഫിക്കൽ യൂണിറ്റ് ഓഫ് എ സെല്ലുലാർ സിസ്റ്റം.
ഒരു സെല്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയയാണ്. ആ ഏരിയയിലാണ് ആ ടവർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനെ സെല്ലെന്നാണ് ആ റീജിയനെ പറയുക. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിനെ സെല്ലുലാർ സിസ്റ്റം എന്ന് പറയുക, അല്ലെങ്കിൽ ആ ഫോണിനെ സെൽ ഫോൺ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വൈ വി ആർ ഡിവൈഡിങ് ദ ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് സെൽസ് ആൻഡ് ഈച്ച് സെല്ല് വിൽ ബി സെർവ്ഡ് ബൈ എ ബേസ് സ്റ്റേഷൻ. ആ ഓരോ സെല്ലിനെയും സെർവ് ചെയ്യുന്നത് ഒരു ബേസ് സ്റ്റേഷൻ ആയിരിക്കും. ആൻഡ് ഈച്ച് ബേസ് സ്റ്റേഷൻ ഈസ് allowed a number of channels and frequencies. അപ്പോൾ ഓരോ ബേസ് സ്റ്റേഷനും ഓരോ ചാനൽസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു എൻറ്റയർ സിസ്റ്റത്തിന് കുറച്ച് നമ്പർ ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രമാണ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസി സ്പെക്ട്രത്തിനെ നമ്മൾ ഓരോ സെൽസിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ഫ്രീക്വൻസി പ്ലാനിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രീക്വൻസി അലോട്ട്മെൻറ്റ് എന്നും പറയും. അപ്പോൾ അഡ്ജസൻറ്റ് സെൽസിന് നമ്മൾ ഡിഫറൻറ്റ് ഫ്രീക്വൻസീസാണ് അലോക്കേറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള സെൽസുകൾ തമ്മിൽ സെയിം ഫ്രീക്വൻസി അല്ല യൂസ് ചെയ്യുക, ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുക. സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്താൽ അത് ഇൻ്റർഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഇൻ്റർഫറൻസ് ക്രിയേറ്റ് ആവാതിരിക്കാനാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ഓരോ സെൽസിലും തൊട്ടടുത്തുള്ള സെൽസിൽ യൂസ് ചെയ്യുന്നത്. ഇൻ്റർഫറൻസ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ആ സിഗ്നലിൻ്റെ ക്വാളിറ്റി ഡിസ്റ്റർബ്ഡ് ആവും, നോയിസസ് ഒക്കെ ആഡായി വരും. അപ്പോൾ അതാണ് ഒരു ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. സോ ടു അവോയ്ഡ് ദാറ്റ് ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ദ ചാനൽസ് വി ഹാവ് ടു യൂസ് ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് ഇൻ ദ അഡ്ജസൻറ്റ് സെൽസ്. അതേപോലെ സെയിം ഫ്രീക്വൻസി ബാൻഡ് യൂസ് ചെയ്യണ സെൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സെയിം ഫ്രീക്വൻസി ബാൻഡ്സ് യൂസ് ചെയ്യണ സെൽസിനെ നമ്മൾ co-channel cells എന്ന് പറയും. The cells which are using the same frequency band are called as co-channel cells. അപ്പോൾ ആ co-channel cells തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് വളരെ ലാർജ് ആയിരിക്കണം. The distance between the co-channel cells must be very large. So that is we are discussing about the co-channel cells. അപ്പോൾ ആ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻറ്റ് ലൊക്കേഷനുള്ള സെൽസിനെയാണ് co-channel സെൽസ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ഷേപ്പാണ്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇറ്റ് ഈസ് ഹാവിങ് 7 cells which are shaped on hexagonal shaped. അപ്പോൾ ഈ ഹെക്സഗണൽ പാറ്റേണിൽ യൂസ് ചെയ്യുന്നത് എല്ലാ ആൻറ്റിനാസും അത് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെക്സഗണൽ അതിൽ ഓവറായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസിനെ നമുക്ക് 6 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇഫ് യു ആർ ഡ്രോയിങ് എ സർക്കിൾ ഓവർ ദ hexagon from its center, then the radius is called as capital R. ഇനി സ്മോൾ d എന്ന് പറഞ്ഞാൽ ആ സെൽസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സ്മോൾ d is the distance between the adjacent cell centers. അപ്പോൾ ഈ ഡിയും ആറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. സ്മോൾ d equal to √3 into r. It's a relation between r, which is the radius of a cell, and d is the distance between the adjacent cell centers. Adjacent cell centers തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് സ്മോൾ d എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുക. ആ ക്ലസ്റ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ലെറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ N ആണ്. ആ എന്നിൻ്റെ ഇക്വേഷനാണ് n equal to I² പ്ലസ് IJ പ്ലസ് J². INJയും ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് അതിൽ നോട്ട് ചെയ്യുക, ഡിയുടെ ഇക്വേഷനും എന്നിൻ്റെ ഇക്വേഷനും. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ പിന്നെ അതിൻ്റെ അടുത്തുള്ള വേറെ ഗ്രൂപ്പ് ഓഫ് സെൽസ്, അത് വേറൊരു ക്ലസ്റ്റർ, അങ്ങനെ ആ ഒരു തന്നിരിക്കുന്ന ഏരിയനെ നമുക്ക് കുറേ ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഓരോ ക്ലസ്റ്റേഴ്സിൻ്റെ നടുക്കും ഓരോ ക്ലസ്റ്റേഴ്സിലും സെൽസാണുള്ളത്. ആ ഓരോ സെൽസിൻ്റെയും നടുക്കായിട്ട് ടവേഴ്സാണ്. ആ ടവേഴ്സിനെയാണ് ബേസ് സ്റ്റേഷൻ എന്ന് പറയുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു സെല്ലിൻ്റെ ഒരു സ്ട്രക്ചർ.
ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഫ്രീക്വൻസി റീയൂസ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ആ തന്നിരിക്കുന്ന ഏരിയനെ നമ്മൾ റീജിയൻസ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആ റീജിയൻസിനെയാണ് സെൽസ് എന്ന് പറയുക. അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ ഓരോ സെൽസിനും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആ സിസ്റ്റത്തിന് മൊത്തത്തിൽ കുറേ നമ്പർ ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രം അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. അതിനെ ഓരോ സെൽസിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഓരോ സെല്ലുലാർ ബേസ് സ്റ്റേഷനും നമ്മൾ ഓരോ ഫ്രീക്വൻസീസ് അവോയ്ഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ആ സെൽസ് ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ അതിന് സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രീക്വൻസി നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. തന്നിരിക്കുന്ന ഫ്രീക്വൻസി എഫിഷ്യൻ്റ് ആയിട്ട് റീയൂസ് ചെയ്യാം. അപ്പം അതിനെയാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് cells in different locations can use the same frequency band. അടുത്തടുത്തുള്ള സെൽസ് അല്ല, വേറെ കുറച്ച് ദൂരത്ത് മാറിയിട്ടുള്ള സെൽസിന് അതേ ഫ്രീക്വൻസി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണാം, നമ്മൾ 3 ക്ലസ്റ്റേഴ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സെൽസിനെ നമ്പർ ചെയ്തിട്ടുണ്ട് 1 to 7. അപ്പോൾ ഒരു ക്ലസ്റ്ററിൽ ആ സെൽ 3യുടെ തൊട്ടടുത്തുള്ളത് സെൽ 5ഉം സെൽ 6ഉം ആണ് അടുത്ത ക്ലസ്റ്ററിലുള്ള ആ ലൊക്കേഷനിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ 2 സെൽസും അടുത്തടുത്ത് ആണെങ്കിലും അതിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. ഇനി സെൽ 3 എന്ന് പറയുന്ന രണ്ടാമത്തെ ക്ലസ്റ്ററിൽ കുറച്ച് മാറിയിട്ടാണ്, ആദ്യത്തെ സെല്ലിലുള്ള സെൽ 3ന്ന് ഒരുപാട് മാറിയിട്ടാണ് രണ്ടാമത്തെ ക്ലസ്റ്ററിലുള്ള സെൽ 3. അപ്പോൾ അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 ക്ലസ്റ്ററിലും സെൽ 3 എന്ന് പറയുന്ന നമ്പേഴ്സിൽ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യാം. ഓക്കെ, സെയിം ഫ്രീക്വൻസി ക്യാൻ ബി യൂസ്ഡ് വിച്ച് ആർ യൂസിങ് ദ ഹാവിങ് നമ്പേർഡ് ദ സെയിം നമ്പർ. ആ സെയിം നമ്പേഴ്സ് ഉള്ള സെൽസിൽ നമുക്ക് സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 3 എന്ന് പറയുന്ന സെല്ലിൽ എല്ലാ ക്ലസ്റ്റേഴ്സിലും 3 എന്ന് പറയുന്ന സെല്ല് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി സെയിം ആയിരിക്കും. പക്ഷേ ആ സെൽ 3 എന്ന് പറയുന്ന ആ സെൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ സെയിം നമ്പേഴ്സ് ഉള്ള സെൽസിനെയാണ് നമ്മൾ കോ ചാനൽ സെൽസ് എന്ന് പറയുക. അപ്പോൾ കോ ചാനൽ സെൽസ് അതിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി സെയിം ആണ്. പക്ഷെ അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി കൺസിഡർ ചെയ്യണം. അതിനെയാണ് ഫ്രീക്വൻസി പ്ലാനിങ് എന്ന് പറയുക, അല്ലെങ്കിൽ ഫ്രീക്വൻസി റീയൂസ്. So the design process of selecting and allocating frequencies for a cellular system is called frequency reuse or frequency planning. അപ്പോൾ ഫ്രീക്വൻസീസിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം ഓരോ ബേസ് സ്റ്റേഷനും, അതിനെയാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുക. ഒരേ ഫ്രീക്വൻസീനെ തന്നെ വേറൊരു ക്ലസ്റ്ററിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സെല്ലിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനെ ഫ്രീക്വൻസി റീയൂസ്, അഗെയിൻ യൂസിങ് ദ സെയിം ഫ്രീക്വൻസി. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല, കാരണം അത് വളരെ ഫാർ ആയിട്ടുള്ള സെൽസിലാണ് നമ്മൾ ആ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തമ്മിൽ ഇൻഡിഫറൻസ് ഉണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫ്രീക്വൻസി റീയൂസ് ഓർ ഫ്രീക്വൻസി പ്ലാനിങ്. സോ ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 5 marks, that is frequency reuse. So you can say cells with the same letter use same set of frequencies, and you have to note that there must be a minimum distance between those two cells. അപ്പോൾ ആ 2 സെൽസ് തമ്മിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, അവർ സെയിം ഫ്രീക്വൻസി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ടു അവോയ്ഡ് ദ ഇൻഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 സെൽസ്. അപ്പോൾ ഈ ഒരു 7 സെൽസ് ആണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു ക്ലസ്റ്ററായിട്ട്. പിന്നെ നമുക്കതിനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിലും നമുക്കതിനെ റിപ്പീറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ആ ഏരിയനെ നമ്മൾ പല സെൽസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു ക്ലസ്റ്റർ സൈസിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ N ആണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് സെൽസ് 7 ആണ്. അപ്പോൾ ക്ലസ്റ്ററിൻ്റെ സൈസ് 7 ആണ്. സോ ക്യാപിറ്റൽ N വി ക്യാൻ റൈറ്റ് ആസ് 7. അപ്പോൾ നമുക്ക് ആ ക്ലസ്റ്ററിൻ്റെ സൈസ് അറിയാമെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ പറയുന്നത്.
ജസ്റ്റ് അത് 1/n ആണ്. അപ്പോൾ ഇതിൽ 7 ആയതുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ 1/7 ആണ്. So we can say each cell contains 1/7 of the total number of available channels. അപ്പോൾ ഓരോ സെല്ലിലും 1/7 of the total number of channels ഉണ്ടായിരിക്കും. അതാണ് ആ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ടോട്ടൽ നമ്പർ ഓഫ് എസ് ചാനൽസ് ആണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് ചാനൽസ് വി ആർ ഡിനോട്ടിങ് ആസ് എസ്. അപ്പോൾ ചാനൽസിന് നമ്മൾ ഡ്യൂപ്ലെക്സ് ചാനൽസ് എന്ന് പറയുമ്പോൾ അത് 2 ഡയറക്ഷനിലും ഒരേ ടൈം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാനൽസിനെയാണ് ഡ്യൂപ്ലെക്സ് ചാനൽസ് എന്ന് പറയുക. അതുപോലെ ഓരോ സെല്ലിനും ഒരു ഗ്രൂപ്പ് ഓഫ് ചാനൽസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അതിനെ കെ എന്ന് പറയും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് നമുക്ക് എഴുതാനുള്ള ഇക്വേഷൻ എസ് ആണ്. എസ് ഈസ് ദ നമ്പർ ഓഫ് ചാനൽസ്. ഇറ്റ് വിൽ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് കെ ഇൻറ്റു എൻ. കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചാനൽസ്, എൻ എന്ന് പറഞ്ഞാൽ ആ സെല്ലിൻ്റെ ക്ലസ്റ്ററിൻ്റെ സൈസ്. ഇപ്പോൾ ക്ലസ്റ്ററിൻ്റെ സൈസും ഗ്രൂപ്പ് ഓഫ് ചാനൽസ് അറിയാമെങ്കിൽ ടോട്ടൽ ചാനൽസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എൻ ആയിരിക്കും. അപ്പോൾ ആ ഇക്വേഷൻ നോട്ട് ചെയ്യുക, എസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ, where k is the group of channels and n is the number of cells. So from the product of the two we can get the total number of available channels. ഇനി ആ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലസ്റ്ററിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് m ടൈംസ്. അപ്പോൾ ഒരു ക്ലസ്റ്ററിനെ ഒരു ലൊക്കേഷനിൽ നമ്മൾ സെലക്ട് ചെയ്തു, വേറൊരു ലൊക്കേഷനിൽ നമ്മൾ ആ ക്ലസ്റ്ററിനെ വീണ്ടും റിപ്ലിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ആ സെയിം ഫോർമാറ്റ് ആയിരിക്കും വേറൊരു റീജിയനിൽ. അപ്പോൾ ക്ലസ്റ്ററിനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ വാല്യൂ, ആ റിപ്ലിക്കേഷൻ വാല്യൂ നമ്മൾ ക്യാപിറ്റൽ എം ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു കെ ഇൻറ്റു എൻ ആയിരിക്കും. ദാറ്റ്സ് ദ ഇക്വേഷൻ ഫോർ ദ കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം, ദറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് എം ഇൻറ്റു കെ ഇൻറ്റു എൻ, where m is the number of times the cluster is replicated. അപ്പോൾ കപ്പാസിറ്റി ഡയറക്ഷനലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ടൈംസ് ആണ് ആ ക്ലസ്റ്റർ എത്ര റിപ്പീറ്റ് ചെയ്യും. how many times you repeat that cluster, the capacity is directly related to that value. ഇനി ക്ലസ്റ്ററിൻ്റെ സൈസ് 7 ആവാം, 4 ആവാം, 12 ആവാം, അങ്ങനെ പല വാല്യൂസ് നമ്മൾ സെലക്ട് ചെയ്യാം based on that equation. So that is about the cluster size and frequency reuse. നേരത്തെ പറഞ്ഞു distance between the cells must be such that there should be minimum interference. അപ്പോൾ സെൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു മിനിമം ലെവലെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് എങ്കിലും ആ സെൽസ് തമ്മിലുണ്ടായിരിക്കണം, വിച്ച് ആർ യൂസിങ് ദ സെയിം ഫ്രീക്വൻസീസ്, അല്ലെങ്കിൽ അതിൽ ഇൻ്റർഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മിനിമം ഡിസ്റ്റൻസിനെ, ആ സെൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വിച്ച് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ്, അതിനെ പറയുന്നതാണ് റീയൂസ് ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ റീയൂസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഡി ആർ ഓർ ഡി ആർ യു. So that is given by the equation r into root of n. അപ്പോൾ r into root of n എന്നാണ് നമ്മൾ ആ ഒരു റീയൂസ് ഡിസ്റ്റൻസിനെ പറയുന്നത്. അല്ല, എന്നിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, i² + j² + ij, r ആ സെല്ലിൻ്റെ റേഡിയസ്. ആ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം 2 ക്ലസ്റ്റേഴ്സ്, ക്ലസ്റ്റർ 1 ആൻഡ് ക്ലസ്റ്റർ 2. അപ്പോൾ അതിൽ F3 എന്ന് പറയുന്ന ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന 2 സെൽസ് ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ആ മിനിമം ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആ ലൈൻ വഴി വരച്ചിരിക്കുന്നത്, ദറ്റ് ഈസ് dr. It is called as the reuse distance, and equation for that is r into root of n. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഫ്രീക്വൻസി റീയൂസിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ സെല്ലുലാർ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ സെൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ആണ്, നമ്മൾ
ഒരു ഗിവൺ ലൊക്കേഷൻ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഏരിയനെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഏരിയാസ്, സ്മോളർ ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്യും. ആ ഗ്രൂപ്പ് ഓഫ് ആ ചെറിയ ഏരിയാസിനെയാണ് സെൽസ് എന്ന് പറയുക. ഓരോ സെൽസിലും ടവർ ഉണ്ടായിരിക്കും. ടവറാണ് ബേസ് സ്റ്റേഷൻ. പിന്നെ അടുത്തടുത്തുള്ള സെൽസിനെ നമ്മൾ അഡ്ജസൻറ്റ് സെൽസ് എന്ന് പറയും. അതേപോലെ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സിലുള്ള സെൽസിനെ നമ്മൾ കോ ചാനൽ സെൽസ് എന്ന് പറയും. അത് രണ്ടും അത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. തൊട്ടടുത്തുള്ള സെൽസിനെയാണ് അഡ്ജസൻറ്റ് സെൽസ് എന്ന് പറയുക. സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സിലുള്ള സെൽസിനെയാണ് കോ ചാനൽ സെൽസ് എന്ന് പറയുക. അപ്പോൾ ഇൻറ്റർഫറൻസ് അടുത്തടുത്തുള്ള സെൽസിനെ അഡ്ജസൻറ്റ് ചാനൽ ഇൻറ്റർഫറൻസ് എന്ന് പറയും. കോ ചാനൽസിൽ ഉണ്ടാകുന്ന ഇൻറ്റർഫറൻസിനെ കോ ചാനൽ ഇൻറ്റർഫറൻസ് എന്നും പറയും. അപ്പോൾ ആ ഇൻറ്റർഫറൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാനും കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും ആ ഫ്രീക്വൻസി സ്പെക്ട്രം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുമുള്ള മെത്തേഡാണ് ഫ്രീക്വൻസി റീയൂസ്. So frequency reuse has mainly three functions: to increase the capacity, then to effectively or efficiently use the allotted frequency, okay, and to reduce interference between the signals. So that is called as the frequency reuse, and the equations for that is the total number of cells, equation for capacity, equation for capacity, അതേപോലെ അതിൻ്റെ റീയൂസ് ഡിസ്റ്റൻസ്, equation for cluster size. So all these equations are the important in this cellular communication. Then another topic is the handoff. ഇപ്പോൾ ഹാൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ ആ മൊബൈൽ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റം ആ സിഗ്നൽ ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, വെൻ ദ യൂസർ ഈസ് മൂവിങ് ഫ്രം വൺ സെൽ ടു അനദർ സെൽ. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ആ യൂസർ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കോള് ആ മൂവ് ചെയ്യുന്ന സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനെയാണ് വിത്തൗട്ട് ബ്രേക്കിംഗ് ദ കോൾ. അപ്പോൾ ആ കോള് ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ ആ സിഗ്നൽസ് അല്ലെങ്കിൽ ആ കൺട്രോള് ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് അടുത്ത ബേസ് സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുക. കോൾ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ കോള് കട്ടായി പോകുന്നതാണ്. സോ ടു അവോയ്ഡ് ദാറ്റ് കോൾ ഡ്രോപ്പിംഗ് ദ ഹാൻഡ് ഓഫ് മസ്റ്റ് ബി പ്രൊവൈഡഡ് കെയർഫുള്ളി. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുക. ദറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ദ കോൾ ഫ്രം വൺ ബേസ് സ്റ്റേഷൻ ടു അനദർ ബേസ് സ്റ്റേഷൻ വെൻ ദ user is moving from one cell to another cell, or when the user is moving from the coverage area of one tower to another tower. It is called as the handoff. That is handing over the control. കൺട്രോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്തതിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുക. സോ വിത്തൗട്ട് ഇൻറ്ററപ്റ്റിംഗ് ദ കോൾ ഓർ അലേർട്ടിംഗ് ദ യൂസർ. ആ കോള് ഇൻറ്ററപ്റ്റ് ആവാനും പാടില്ല, അതേപോലെ ആ യൂസറിന് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ആവാതെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, ആ സിസ്റ്റം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയും. അപ്പോൾ ആ കവറേജ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ സെല്ലിലേക്കുള്ള സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വളരെ വീക്കാവും. അപ്പോഴാണ് വേറൊരു സ്ട്രോങ്ങർ ഫ്രീക്വൻസി ചാനലിലേക്ക് അതിനെ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. വേറെ തൊട്ടടുത്തുള്ള സെല്ലിലേക്കുള്ള ഫ്രീക്വൻസി ചാനൽ അത് അലോക്കേറ്റ് ചെയ്യണം. സോ ദറ്റ് ഈസ് ദ ഹാൻഡ് ഓഫ് പ്രോസസ്, അലോക്കേറ്റിംഗ് ദ സിഗ്നൽ ഫ്രം എ coverage area to another cell when the signal strength becomes weaker. ആ സെൽ ഏരിയയിൽ ആ സിഗ്നൽ സ്ട്രെങ്ത് വീക്കർ ആവുമ്പോഴാണ് അടുത്തുള്ള സെല്ലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കാരണം കവറേജ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ആ സെല്ലിൻ്റെ സിഗ്നൽ കുറയുന്നത്. സോ when the signal strength decreases, when the user moves away from the tower, and when it moves to the nearby tower, that call has to be transferred, or that call has to be handed over. That is called as the handoff process.
ഇപ്പോൾ ഈ ഹാൻഡ് ഓഫ് നമുക്ക് 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോഫ്റ്റ് ഹാൻഡ് ഓഫും ഹാർഡ് ഹാൻഡ് ഓഫ്. അപ്പോൾ ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദറ്റ് ഈസ് മേക്കിംഗ് കണക്ഷൻ വിത്ത് എ ന്യൂ സെൽ ആഫ്റ്റർ ബ്രേക്കിംഗ്. ആ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടാണ്, പ്രസൻ്റ് ആയിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടാണ് പുതിയൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്ക് ബിഫോർ മേക്ക് എന്നും പറയും. ദറ്റ് ഈസ് ബ്രേക്കിംഗ് ദ കണക്ഷൻ ബിഫോർ മേക്കിംഗ് എ ന്യൂ കണക്ഷൻ. അതുകൊണ്ടാണ് അതിനെ ബ്രേക്ക് ബിഫോർ മേക്ക് എന്ന് പറയും. So that is the hard handoff. So that is transferring the mobile control from one base station to the control of another base station is handoff, and it occurs when the mobile crosses the boundary of one cell. അപ്പോൾ മെയിനായിട്ട് ഹാൻഡ് ഓഫ് നമ്മൾ ചെയ്യുന്നത് ആ സെല്ലിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഹാൻഡ് ഓഫ് പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സി 2 cells, cell A and B. So when that user may be in a car or a vehicle, when it crosses the boundary between the 2 cells, that call has to be transferred from cell A to cell B. That is called as the handoff. And hard handoff il we have to break the connection from cell A, and then the connection is established to cell B. That is called as handoff, hard handoff. So communication between the mobile station and base station breaks by switching frequency or a time slot. അപ്പോൾ മൊബൈൽ സ്റ്റേഷനും ബേസ് സ്റ്റേഷനുമുള്ള ആ ഒരു കണക്ഷൻ അവിടെ ബ്രേക്ക് ആയിട്ടാണ് അടുത്ത സെല്ലിലേക്കുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹാർഡ് എന്ന് പറയുന്നത്, ഹാർഡ് ഹാൻഡ് ഓഫ്. ഇനി സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ ലൈൻ അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും ബിഫോർ ബ്രേക്കിംഗ്. ആ ഓൾഡ് കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്നത് പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ആ കൺട്രോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദ ഓൾഡ് കണക്ഷൻ ഈസ് റിമൂവ്ഡ് ഓൺലി ആഫ്റ്റർ എസ്റ്റാബ്ലിഷിങ് എ സ്ട്രോങ് കണക്ഷൻ വിത്ത് എ ന്യൂ സെൽ. അപ്പോൾ പുതിയൊരു സെല്ലിലേക്കുള്ള കണക്ഷൻ ആയതിനു ശേഷം മാത്രമേ പഴയ സെല്ലിലുള്ള കണക്ഷൻ നമ്മൾ കളയുള്ളൂ. അപ്പം അതിനെയാണ് സോഫ്റ്റ് എന്ന് പറയുക. സോ ദാറ്റ് ഈസ് മേക്ക് ബിഫോർ ബ്രേക്ക് എന്നും പറയും. മേക്കിംഗ് ബിഫോർ ബ്രേക്കിംഗ്. ബിഫോർ ദ കണക്ഷൻ ഈസ് broken between first cell, connection has to be established, or connection has to be made with another cell. ഒരു സെല്ലിൽ നിന്ന് ബ്രേക്ക് ആവുന്നതിന് മുമ്പ് വേറൊരു സെല്ലിലെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. അതിനെയാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറയുക.